വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചേഞ്ചിനെ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ആരിൽ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ചിത്രത്തിലെ നായികയെ വെച്ച് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരെക്കാളും ഇപ്പോൾ എൻ്റെ ഒരു ചെറുപ്രായത്തിൽ ഞാൻ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്ര കാലം ഉണ്ടാവുകയും തൻ്റെ പീക്ക് കരിയറിൻ്റെ സമയത്ത് ബ്രേക്ക് എടുത്ത് പോയി പഠിച്ച് ഒരു വേറൊരു ഫീൽഡിലേക്ക് പോയി അവിടെയും എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇപ്പം യു ഹാവ് ടേക്കൺ ലൈക്ക് യു ഹാവ് മെയ്ഡ് യുവർ ഒരു തിരിച്ച് വന്ന് ഇവിടെ ഇപ്പോഴും ഒരു പ്രസൻസ് ഒക്കെ നമ്മുടെ ഇടയിൽ തന്നെ കംബാക്ക് എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ബട്ട് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ടെൽ മീ ലൈക്ക് യുവർ ജേർണി ആൻഡ് യുവർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ദ ലൈഫ് ബിഫോർ ആഫ്റ്റർ ആൻഡ് നൗ, ഹൗ ഹാസ് ഇറ്റ് ബീൻ? ആദ്യം എല്ലാവർക്കും ഹായ് പറയുന്നു. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ആൻഡ് കേരള വിഷൻ ന്യൂസ്, ഐ അപ്രിഷ്യേറ്റ് ദം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഓൾ വാക്സ് ഓഫ് ലൈഫിൽ இருக்கிற എല്ലാ വുമനെയും ചേർത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ ജേർണി, ഞാൻ ആകെ 5 വർഷമേ ഞാൻ സിനിമയിൽ ഉണ്ടായിരുന്നു. I started my career in Tamil. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളം, തെലുഗു, കന്നഡ അങ്ങനെയാണ് ചെയ്തത്. I was introduced by Bharataraja sir, one of the great finest director in Indian cinema. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പീക്കിൽ ഞാൻ വിട്ടിട്ട് പോയത് കാരണം എന്താ പറയുക, എപ്പോഴും നമ്മളുടെ റൈറ്റ്സ്, ഇപ്പോൾ നമ്മൾ വുമൻസ് ഡേ, we are celebrating that, right? It's applaudable ആണ്. അത് നമ്മളെല്ലാവർക്കും വളരെ സന്തോഷமான ഒരു കാര്യമാണ്. ഇപ്പോൾ അവിടെ തന്നെ ഒരു ക്യാമറ വുമൻ ഇരിപ്പുണ്ട്. സോ ദാറ്റ് ഈസ് ഹാറ്റ്സ് ഓഫ് ടു ഹർ. അത് ഐ റിയലി ലവ് ദാറ്റ്. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ 1914 ദാദാ സാഹിബ് ഫാൽക്കെ അവർ ദുർഗാബായ് കാമത്ത്, അന്ന് സ്ത്രീകൾ സ്ക്രീനിൽ അഭിനയിക്കാൻ പാടില്ല. ആർട്സ്, എനി ആർട്സ്, ഡാൻസ് ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, അഭിനയിക്കാൻ പാടില്ല. ആ സമയത്തിൽ 1914 അവരാണ് ദുർഗാബായ് കാമത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1926 നമുക്ക് ഫാത്മ ബേഗം became the first female of Indian cinema director ആയത്. അത് കഴിഞ്ഞിട്ട് 1936 സൗത്ത് ഇന്ത്യയിൽ ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ, സ്റ്റണ്ട് വുമൻ എല്ലാം ചെയ്തത് TP രാജലക്ഷ്മി അമ്മ. സോ ആ സമയം തൊട്ട് men were behind a woman's success. അത് ഇപ്പോൾ കുറഞ്ഞാണ് വരുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ അഭിനയിക്കുമ്പോൾ ഓഫ് കോഴ്സ് ബൈ ഗോഡ്സ് ഗ്രേസ് 5 വർഷം ഇരുന്നാലും ബൈ ഗോഡ്സ് ഗ്രേസ് ഐ മെയ്ഡ് some mark, as what you say, like Chitram and other movies also in Tamil also. So പക്ഷേ അത് വിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ആക്ടിങ്, അഭിനയിക്കാൻ വളരെ സന്തോഷமான ഒരു കാര്യം. കാരണം നമ്മൾ അന്ന് യങ് ഏജിലെയാണ് വരുന്നത്. ഐ വാസ് ജസ്റ്റ് എ ടീനേജർ. എനിക്ക് വേൾഡ് എന്താണ് അറിഞ്ഞൂടാ. എനിക്ക് സംസാരിക്കണതിൽ എൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ആ രഞ്ജിനി അല്ല, അന്ന് വളരെ സൈലൻ്റാണ്. ഞാൻ ഓടും, എവിടെയെങ്കിലും ഒരു ഫ്രീ സ്പേസ് ഉണ്ടോ അവിടെ ഒരു ബുക്കും വെച്ചിട്ട് ആർക്കും അറിയാതെ അവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. സോ ആ സമയം വന്നപ്പോൾ ഒരുപാട് നമ്മളുടെ ഇറ്റ്സ് ലൈക്ക് ഫൈറ്റിംഗ് ഫോർ അവർ റൈറ്റ്സ്. എന്ത് കാരണം കൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്? നമ്മളുടെ സാലറി ചോദിച്ചാൽ അത് വലിയ കുറ്റമാണ് സിനിമയിൽ. അന്നും ശരി, ഇപ്പോഴും. when I came back I was horrified. What, I can't even imagine. Sorry, I wanted to say what the hell. Okay, nothing else. Okay, ഇന്നും അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമ്മൾ ടെക്നോളജീസ് ഇംപ്രൂവ് ആയി, ക്യാമറ നോക്കൂ, ചെറിയ ക്യാമറ ആയാൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് റെമ്യൂണറേഷൻ ചോദിക്കുമ്പോൾ നീ പ്രോബ്ലമാ, നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ,
അങ്ങനെ. പക്ഷേ നമുക്കറിയില്ല, നമ്മൾ സൈലൻ്റായി ബാൻ ചെയ്യപ്പെടും. അത് അന്നും നടന്നു, ഇപ്പോഴും നടക്കുന്നു. അത് കാരണം കൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷം. WCC കാരണം കൊണ്ടാണ് നമുക്കൊരു ഹേമ കമ്മിറ്റി വന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് അപ്ലോഡ് ടു ദാറ്റ്. ഐ എം ഓൾസോ പാർട്ട് ഓഫ് WCC. ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. പക്ഷേ അത് കഴിഞ്ഞിട്ട്, ആ റിപ്പോർട്ട് വന്ന് കഴിഞ്ഞിട്ട് എന്തായി? സൈലൻസ്, ഫുൾ സ്റ്റോപ്പ് സൈലൻസ്. ഒരു ഇഞ്ച് കൂടെ മുമ്പോട്ട് പോന്നില്ല. ഗവൺമെൻറ് പ്രോമിസ് ചെയ്തു കോൺക്ലേവ് നടത്തുമെന്ന്. എന്ത് കാരണം? അതും ജാനുവരി ഫെബ്രുവരിയിൽ കോൺക്ലേവ് നടത്തുമെന്ന്. ഇതുവരെ നടന്നിട്ടില്ലല്ലോ. പിന്നെ റിപ്പോർട്ട്, ഒരു റിട്ടയർഡ് ജസ്റ്റിസാണ് റിപ്പോർട്ട് എഴുതിയത്. ആ ജസ്റ്റിസ് കാട്ടിയുമാനോ നമ്മളോട് സിനിമയിൽ ഇരിക്കുന്ന അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്? അത് ഒരു ഫൈനൽ റിപ്പോർട്ടല്ലേ? അതിലെ ഫൈൻഡിങ്സ് എന്താ? ആദ്യം ട്രൈബ്യൂണലാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ട്രോങ് റെക്കമെൻഡേഷൻ ആണ്. അത് എന്താ നടപ്പാക്കാത്ത? ഇപ്പോഴും വി ആർ സഫറിങ്. ഈവൻ ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ICC വെച്ചിട്ട് കാര്യമില്ല. കാരണം ICCയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ആ പ്രൊഡ്യൂസറും അവരുടെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എവിടെ പോയി ജസ്റ്റിസ് കിട്ടുക? അപ്പോൾ വേറെ എവിടെ അസോസിയേഷനുക്ക് പോയാലും അവിടെ തന്നെ ഇവരും ഉണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഞാൻ ട്രൈബ്യൂണലുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കോടതിയിലെ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ എനിക്ക് വളരെ സങ്കടം എന്ത് വെച്ചാൽ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് ഈസ് ഫോർ മീ. എനിക്ക് എല്ലാവരും വേണം. എനിക്ക് ജോലി വേണം. I want you also, Anjali, and you also to be part, to get a fight. I mean, to demand a judiciary for us, a tribunal for us. ഇപ്പോൾ നമ്മൾ ആശാ വർക്കേഴ്സ് നമ്മൾ കാണുന്നുണ്ടല്ലോ ട്രിവാൻഡ്രത്തിൽ. അവരുടെ ഡിമാൻഡ് അങ്ങനെ എല്ലാവരും സിനിമയിൽ ഇരിക്കുന്ന, സിനിമ മാത്രമല്ല മോഡലിംഗ്. ഇന്നും ഞാൻ ന്യൂസിൽ കേട്ടു കുറേ മോഡൽസ് ഹാവ് ബീൻ യൂസ് ഫോർ സെക്സ് റാക്കറ്റ്. So there should be an entertainment tribunal. നമ്മൾ even as a journalist, എല്ലാവരും whoever associated in the entertainment industry, there should be a tribunal. அதுக்கு വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നു. ലൈക്ക് വാട്ട് ആശാ വർക്കേഴ്സ് ആർ ഡൂയിങ്. നമ്മൾ ഒരുമിച്ച്, ഇറ്റ്സ് നോട്ട് ഫോർ എന്താ പറയുക നമ്മളുടെ പ്രൈഡൊക്കെ. നമുക്ക് അങ്ങനെയില്ല. എല്ലാവരും ഒരുമിച്ച് ചെയ്താലേ അത് സക്സസ്. ഐ ബിലീവ് ഇൻ ടീം വർക്ക്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇൻഡിവിജ്വാലിറ്റി. ഇറ്റ് ഈസ് എ ടീം വർക്ക്. അവിടെയാണ് സക്സസ് വരുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് അന്ന് ചോദിച്ചൊക്കെ പ്രോബ്ലം. നമ്മൾ ഫുഡ് അന്ന് നമ്മൾ ഐ എം നോട്ട് എ മലയാളി. അപ്പോൾ തമിഴ്നാട്ടിലിരുന്ന് വരുമ്പോൾ നമുക്ക് ഫുഡ്, ഇവിടുത്തെ കേരളത്തെ ഫുഡ് ഡിഫറെൻ്റ് ആണ്. അത് ചോദിച്ചൊക്കെ ഇവര് വലിയ ഇതാണ്, ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയല്ല. യു ഹാവ് ടു അക്സെപ്റ്റ് ദിസ്. ഇതെല്ലാം ബേസിക് അമ്യൂണിറ്റീസ് ആണ് ഒരാളെ കൈപ്പിടിച്ച് കൊണ്ടുപോകുന്നു. ബിക്കോസ് വി ആർ ഇറ്റ്സ് എ സക്സസ് അല്ലേ? ഐ മീൻ ഇറ്റ്സ് എ ഫിലിം മേക്കിംഗ്. ഹീറോ മാത്രമില്ല, അതിൽ ഹെറോയിനും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ക്യാരക്ടർ വർക്കേഴ്സ് എല്ലാവരും ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഇപ്പോൾ മെയിൽ ഡോമിനേഷനാണ് കൂടുതൽ. ഐ എം നോട്ട് എ വെരി ഫെമിനിസ്റ്റ്. ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് ഈക്വൽ ജസ്റ്റിസ് ആണ് ഞാൻ എപ്പോഴും അതിലെയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. So this is what I would like to share. I mean, there's no tribunal. Nothing is happening to the Hema committee report. So it's still silent. ഇനി ഫ്രീസറിൽ പോകും തോന്നുന്നു. നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും ഭാരമുള്ളൊരു കാര്യമാണ് ഇൻവിസിബിൾ കെയർ ബേർഡൻ. നമ്മൾ ചെയ്യുന്ന